കിളികൊച്ച് നേരത്തെ അവന്റെ കൂടെ പ്രാക്ടീസ് ചെയ്തതാ. അന്നേ അവള് മിടിക്കുക. അമ്മയ്ക്ക് ആരതി അറിയോ? അവന്റെ കൂടെ ജോലി ചെയ്യുന്ന സമയത്ത് 1-2 തവണ അവളിവിടെ വന്നിട്ടുണ്ട്. അവരെന്തിനായിരിക്കും ഗൂഗിളിനെ കാണാൻ വന്നത്? എന്തെങ്കിലും ലോ പോയിന്റ് ചോദിക്കാനോ പറയാനോ ആയിരിക്കും. കഴിഞ്ഞോ? ആ ഇതാ കഴിഞ്ഞു. ഇപ്പൊ കൊടുക്കാമേ. എന്തായാലും ആ പാവം അമ്മയ്ക്ക് ജാമ്യം കിട്ടിയാൽ മതിയായിരുന്നു. സത്യം പറഞ്ഞ കമലയുടെ കാര്യം ഓർത്ത് ഇന്നലെ രാത്രി മുഴുവൻ എനിക്ക് ഉറക്കം വന്നില്ല. ഈ പ്രായത്തില് ജയിലിൽ കിടക്കാന്നൊക്കെ പറഞ്ഞ ഞാനാണെങ്കി ബോധം കെട്ട് വീണേനെ. ഇനി അവർക്ക് ആ പഴങ്കഞ്ഞി കട നടത്താൻ പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലമ്മേ, ഈ സമയത്ത് ആ രാജീവ് എന്തിനാ ഇങ്ങോട്ട് വന്നേ? അയാളല്ലേ അവരെ അറസ്റ്റ് ചെയ്തേ? ആർക്കറിയാം, ശിശിരയെ കാണാൻ വന്നായിരിക്കും. ആ അമ്മേ, ഈ ചായ ഒന്ന് അവർക്ക് കൊണ്ടേ കൊടുക്കോ? ഞാനിപ്പോ വരാം. മോളെവിടെ പോന്നു? ഞാനേ കുറച്ച് തുണി കഴുകി വാഷിംഗ് മെഷീനിൽ ഇട്ടിരിക്കുക. അതൊന്ന് വിരിച്ചിട്ടിട്ട് വരാം. ആ ഇങ്ങതാ. ഈ കപ്പ് ഗൂഗിളിന്റെ ആണ്, മാറിപ്പോല്ലേ? ഓ എനിക്കറിയാം. ഈ കപ്പി കുടിച്ചില്ലെങ്കിൽ അവന് ചായ ഇറങ്ങത്തില്ലല്ലോ. മോള് പോയി തുണി വിരിച്ചിട്ട് വാ. അമ്മയാണോ ചായ കൊണ്ടുവന്ന്? അയ്യോ, ആരും ചായ കുടിക്കുന്നില്ലേ? അമ്മേ, സാറിന്റെ വൈഫിനെ കണ്ടില്ലല്ലോ. എവിടെ പോയി? ആളിവിടെ ഇല്ലേ? മോളില് തുണി വിരിക്കാൻ പോയി, ഇപ്പൊ വരും. പലതവണ സാറ് പറഞ്ഞിട്ടുണ്ടെങ്കിലും ആളിതുവരെ കണ്ടിട്ടില്ല. അമ്മേ, അമ്മ സമൃദ്ധി ഒന്ന് വിളിക്കേ. ഇവർക്കൊന്ന് പരിചയപ്പെട്ടെന്ന് പറഞ്ഞാൽ മതി. ഞാൻ വിളിച്ചിട്ട് വരാം. എന്താ ഈ ചായ, ഓർമ്മകളുടെ ഒരു മണമുണ്ട് ഈ ചായക്ക്. ഒരു മാജിക്. പണ്ടൊരാൾ ഇതുപോലെ എനിക്ക് ചായ ഉണ്ടാക്കി തന്നിട്ടുണ്ടായിരുന്നു. ഇത് സമൃദ്ധിയുടെ സ്പെഷ്യലാണ്. ഈ ടേസ്റ്റിലൊരു ചായ ഞാൻ മുന്നേ കുടിച്ചിട്ടേ ഇല്ല. എന്തൊരു ടേസ്റ്റ് ഇതിന്. അല്ല, മാഡം എന്തൊക്കെയാ ഇതിനകത്ത് ചേർത്തിരിക്കുന്നേ? അതൊക്കെ സമൃദ്ധിക്ക് മാത്രമേ അറിയൂ. എന്തായാലും സൂപ്പർ, ഒരു രക്ഷയില്ല. സമൃദ്ധി എന്തുണ്ടാക്കിയാലും അതിന്റെ ടേസ്റ്റ് ഒന്ന് വേറെ തന്നെ. ഇവിടെ എല്ലാവരും പറയുന്നത് സമൃദ്ധിക്ക് നല്ല കൈപ്പുണ്യാന്നാ. ഈ രുചിയില് എന്തൊക്കെയോ നഷ്ടപ്പെട്ട ഓർമ്മകള് തിരിച്ചു വരുന്ന പോലെ ഉണ്ട്. എന്റെ അർച്ചന. പണ്ട് ഈ ജിഞ്ചറിന്റെ ടേസ്റ്റുള്ള ചായ എനിക്ക് ഇഷ്ടമേ അല്ലായിരുന്നു. പക്ഷേ സമൃദ്ധി ഉണ്ടാക്കുമ്പോ അതിനെന്തോ ഒരു പ്രത്യേക ടേസ്റ്റ് ഉണ്ട്. ഇത് കുടിച്ചു കുടിച്ചിപ്പോ എനിക്കും ഈ ചായ ഇഷ്ടം. എനിക്ക് മാത്രമല്ല, ഇവിടെ എല്ലാവർക്കും. എന്തു പറ്റി സച്ചി? ഒന്നുമില്ല, ഞാനെന്തോ ഓർത്തുപോയി.
നിങ്ങളെങ്കിലും ഒന്ന് പറഞ്ഞു മനസ്സിലാക്ക്. ഞങ്ങൾ രണ്ടുപേരും കുട്ടികളല്ല. എനിക്ക് പറയാനുള്ളത് ഞാനിവിടെ ഒന്ന് പറഞ്ഞു. ഇനി ഗോകുലിന്റെ തീരുമാനം അനുസരിച്ചിരിക്കും എല്ലാം. പിന്നെ ആരും ഒന്നിനും എന്നെ കുറ്റം പറയരുത്. എനിക്ക് രാജീവേട്ടനെ തന്നെ കല്യാണം കഴിച്ചാൽ മതി. ഞങ്ങൾ തമ്മിലുള്ള ബന്ധം ഇവിടെ ആർക്കും അറിയാത്ത കാര്യമൊന്നും അല്ലല്ലോ. ഗൂഗിൾ ഒന്നുകൂടി ഒന്ന് ആലോചിച്ചിട്ട്. എന്റെ തീരുമാനം ഞാൻ പറഞ്ഞു കഴിഞ്ഞു. എന്റെ സമ്മതത്തോടെ ഇത് നടക്കില്ല. ഗൂഗിൾ എന്താ അമ്മേ ഗോകുൽ ഇങ്ങനെ? സമൃദ്ധിയോടൊത്ത് ഒരു നല്ല ജീവിതം വേണമെന്ന് ഗോകുലിന് ആഗ്രഹമില്ലേ? എന്നാ പിന്നെ ഞാൻ സമൃദ്ധിയോടെല്ലാം തുറന്നു പറഞ്ഞിക്കട്ടെ. ഇപ്പൊ ഒന്നും വേണ്ട രാജീവേട്ട. നമുക്ക് ഗോകുലിന്റെ തീരുമാനം വരുന്നതുവരെ കാത്തിരിക്കാം. അമ്മേ ഞാൻ ഇറങ്ങ്. ആവശ്യമില്ലാത്തൊന്നും എന്നെ കൊണ്ട് ചെയ്യിക്കില്ലെന്ന് അമ്മ മോനോട് ഒന്ന് പറഞ്ഞു കൊടുത്തേക്കണം. ശിശിരേ, ഞാൻ വിളിക്കാം.